നമസ്കാരം. ദ ലീഡറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ജൂൺ 16 അർദ്ധരാത്രി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുമായി മുംബൈയിൽ നിന്ന് ഒരു ചാർട്ടേഡ് വിമാനം പറന്നുയരുന്നു. നേരെ അത് പറന്നത് ജയ്പൂരിലേക്കായിരുന്നു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ സ്വദേശമാണ് രാജസ്ഥാനിലെ ജയ്പൂർ. അതിനുശേഷം പുലർച്ചെ 3 മണിയോടെ വിമാനം ഡൽഹിയിൽ പറന്നിറങ്ങി. ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയുടെ ഭൂരിഭാഗം എംപിമാരെയും റാഞ്ചുന്ന ഓപ്പറേഷൻ ടൈഗർ പദ്ധതി ആ അർദ്ധരാത്രി സഞ്ചാരത്തിലാണ് പൂർത്തിയായതെന്ന് പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. അതേ രാത്രിയിൽ നന്ദേഡിൽ നിന്നും മഹാരാഷ്ട്രയിലെ മറ്റ് 3ഇടങ്ങളിൽ നിന്നും ഉദ്ധവ് വിഭാഗം എംപിമാരുമായി ഡൽഹിയിലേക്ക് ചാർട്ടേഡ് വിമാനങ്ങളെത്തി. നേരം പുലരുമ്പോഴേക്കും ഓപ്പറേഷൻ സക്സസ്. ഉദ്ധവ് ഡൽഹിയിൽ വിളിച്ചു ചേർത്ത പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തത് വെറും 3 എംപിമാർ മാത്രം. ദില്ലിയിലേക്ക് എത്തിച്ച ഉദ്ധവ് വിഭാഗത്തിലെ 6 എംപിമാരും സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. ഷിൻഡെ വിഭാഗം ശിവസേനയെ പിന്തുണയ്ക്കുന്ന കത്തുകൾ കൈമാറി. തിങ്കളാഴ്ച മുംബൈയിൽ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ സാന്നിധ്യത്തിൽ ഉദ്ധവ് വിഭാഗം എംപിമാരുടെ ഷിൻഡെ വിഭാഗത്തിലേക്കുള്ള കൂടുമാറ്റം ഔദ്യോഗികമായി പൂർത്തിയായി. 1.5 വർഷത്തെ ശ്രമമാണ് ഒടുവിൽ വിജയം കണ്ടത്. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ മുതൽ ഉദ്ധവ് വിഭാഗം ശിവസേനയിൽ മുറുമുറുപ്പുണ്ടായിരുന്നു. എംപിമാർക്ക് സ്ഥാനം നഷ്ടപ്പെടാതെ ആ മുറുമുറുപ്പ് മുതലെടുക്കാനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് ഷിൻഡെ നടത്തിയത്. 6 എംപിമാരെയും ഒരുമിച്ച് കയ്യിൽ കിട്ടാനായി കാത്തു നിൽക്കുകയായിരുന്നു ഷിൻഡെ പക്ഷം. അത് സഫലമായത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ഉദ്ധവ് പക്ഷത്തിന് 9 എംപിമാരുണ്ടായിരുന്നത് മൊത്തം അംഗബലത്തിന്റെ 2/3 6 പേർ കൂറുമാറിയാലേ എംപിമാർക്ക് സ്ഥാനം നഷ്ടപ്പെടാതിരിക്കൂ. ഹിംകോളിയിലെ നാഗേഷ് പാട്ടീൽ അഷ്ടിക്കാറാണ് ആദ്യം വേലിചാടിയത്. 3 പേരുടെ മനം മാറ്റത്തിന് മുൻകൈയെടുത്തത് അദ്ദേഹമായിരുന്നു. സഞ്ജയ് യാദവ്, ബാബു സാഹേബ്, വാഗ്ചോരെ, സഞ്ജയ് ദേശ്മുഖ് എന്നിവരുടെ ധാരാശിവിലെ MP ഓംരാജ് നിംബാൽക്കർ, മുംബൈ നോർത്ത് ഈസ്റ്റ് MP സഞ്ജയ് ദിന പട്ടേൽ എന്നിവരെ പിന്നീട് നോട്ടമിട്ടു. എന്നാൽ ഇരുവരും പ്രലോഭനങ്ങളിൽ വീഴാൻ തയ്യാറായില്ല. തൃണമൂൽ കോൺഗ്രസിലെ പിളർപ്പും ഭൂരിഭാഗം എംപിമാരും സ്ഥാനം നഷ്ടപ്പെടാതെ കൂറുമാറിയ സംഭവമാണ് ഒടുവിൽ അവരെയും വലയിലാക്കാൻ ഷിൻഡെ പക്ഷത്തിന് സഹായകമായത്. ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷം നേടാൻ NDAക്ക് സാധിച്ചേക്കും. ഓപ്പറേഷൻ ടൈഗർ പദ്ധതി സജീവമായി പരിഗണിക്കാൻ BJP നേതൃത്വത്തിനും പ്രചോദനമായി. ഓപ്പറേഷൻ ടൈഗർ 100% വിജയമാണെന്നും ഇത് എംപിമാരിൽ ഒതുങ്ങില്ലെന്നുമാണ് ഷിൻഡെ വിഭാഗം നേതാവ് രാംദാസ് കദം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്.